ഗായ്സ്, ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. കേൾക്കണ്ടേ? കുറച്ച് കേൾക്കാമേ. മൊത്തം ബഹളമയം, ചണ്ട, ജഗട 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 ജഗട. ഈ പോയ പ്ലേയേഴ്സ് അധികം കൂടുതൽ ആൾക്കാരുണ്ട്, അത് സമ്മതിച്ചു. പക്ഷേ എപ്പോഴും വഴക്കാണ്, എപ്പോഴും വഴക്ക്. ടാക്സിക് ടാക്സിക് ടാക്സിക്. സമാധാനം വേണമെന്നുള്ളൊരു ബിഗ് ബോസ് നോക്കരുത്. ഞാൻ ഇന്നത് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എപ്പിസോഡ് മാത്രം കാണുന്നെന്ന് വിചാരിച്ചു. അമ്മാതിരി തകരാറാണ് അതിനകത്തുള്ളത്. എപ്പിസോഡ് റിവ്യൂ ആണ് ചെയ്യുന്നത്. ലൈവ് സെഷൻ ഞാൻ കണ്ടില്ല, കാണാൻ ശ്രമിച്ചില്ല. ആദ്യത്തെ ദിവസം തന്നെ, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ സ്റ്റാർട്ട് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ സ്കിപ്പായി. പക്ഷേ എപ്പിസോഡിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ അക്ബർ ആൻഡ് ഷാനവാസിൻ്റെ ഫൈറ്റ് അവസാനിക്കുന്ന ഒരു മൂഡ്, അത് കുറച്ച് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഷാനവാസിൻ്റെ ആ ഒരു അപ്രോച്ച് അതെനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടില്ല. നമ്മളിവിടെ ഗെയിം കളിക്കാനാണ് പോയത്. ആ ഗെയിമിന് അങ്ങനെ ഒരു മുഖം കൊടുത്തത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അസുഖം കാണിച്ചുകൊണ്ട് നമ്മൾ ഫേവർ വാങ്ങുന്നത് ഒരിക്കലും ശരിയല്ല. അക്ബർ എന്ന വ്യക്തിയുടെ യഥാർത്ഥ മുഖം പബ്ലിക്കിൽ തുറക്കുന്നതിൻ്റെ കാര്യം ഷാനവാസിന് മനസ്സിലാകുന്നില്ല. ഷാനവാസ് കൺഫ്യൂസ്ഡ് ആണ്, തനിച്ചാണ്. ഇതാണ് പ്രശ്നം. നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അയാൾ നമ്മളെ കൺസേൺ ചെയ്യുമെന്ന് തെറ്റിദ്ധാരണയിൽ പോയി ചാടി കൊടുത്തതാണ്. അനുവിന് വേണ്ടി ഇറങ്ങി നിന്ന് ഈ പ്രശ്നത്തിലെല്ലാം പോയി, എല്ലാ ഗുലുമാസിലും പോയി ചാടിയത് ഷാനവാസാണ്. ഷാനവാസ് പ്രശ്നത്തിലാണ്. ഷാനവാസിന് പിന്നെ ഈ അക്ബർ ചെയ്യുന്നതൊന്നും അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് ഷാനവാസ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായത്. ഫൈനൽ സ്റ്റേജിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന കാര്യവും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സിമ്പതി ക്രിയേറ്റ് ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ ഒരു കാര്യത്തിൽ ലക്ഷ്മിയും ഷാനവാസും തമ്മിലുള്ള ഇടിയാണ് ഞാൻ ആദ്യം കാണുന്നത്. അതിൻ്റെ തുടക്കം എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ തരാം. അനീഷിൻ്റെ വിഷയവും അതിനോടനുബന്ധിച്ചിട്ട് ജിഷിൻ എന്നാണ് പേര്, കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. മറ്റേ ജിസേലും ജിഷിനും കൂടെ ഒരു ഈ ഗുസ്തി ഉള്ളതുകൊണ്ട് രണ്ടുപേരുടെ പേരിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ജിഷിൻ എന്ന് പറയുന്ന വ്യക്തിയും അനീഷും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടാകുന്നു. അത് മാരേജ് റിലേറ്റഡ് ആണ്. രണ്ടുപേരും ഡിവോഴ്സിയാണ്. പക്ഷേ ഒരാളെ കളിയാക്കുന്നു. ആ കളിയാക്കലിൽ ലക്ഷ്മി കയറി ഏറ്റുപിടിക്കുകയാണ്. ദെൻ പിന്നെ ഷാനവാസ് വന്നു. ഷാനവാസും ഈ ലക്ഷ്മിയും കൂടെ നല്ലൊരു ഫൈറ്റ് ഉണ്ടാകുന്നു. അത് പേഴ്സണൽ ഗ്രഡ്ജ് തീർത്തത് തന്നെയാണ്. ഷാനവാസ് പോകെ റോങ് പ്ലേ ആണ് അതിനകത്ത് കളിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. തലേന്ന് വന്ന ഉടനെ അവരുടെ തലയിൽ കയറി ഒരു നടനം ആടിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മി. അതിനുള്ള മറുപടിയാണ് ഷാനവാസ് കൊടുത്തത്. എന്താണെന്നറിയാമോ? മിനിറ്റിൽ, അതായത് ഇന്ന് ചെയ്തതിന് നാളെ രാവിലെ തന്നെ അതിൻ്റെ മറുപടി കിട്ടുന്ന ഒരു ടൈമാണ്. അടിച്ച് തീരുന്നുണ്ട് ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ മറുപടിയുമായി അടുത്ത ഇതിൽ വരുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് തീർക്കുന്നു. പിന്നെ അടുത്തതിലേക്ക് പോകുന്നു. അങ്ങനെ എഗെയിൻ ഓരോ ദിവസം പുതിയ പ്രശ്നങ്ങൾ വരുന്നു. പുതിയ പ്രശ്നങ്ങൾക്ക് പകരം ചോദിക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. ഗെയിമാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇന്നത്തെ ഗെയിമൊക്കെ നല്ല സൂപ്പറായിരുന്നു. അതൊക്കെ നന്നായിട്ട് അവരെല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കും അതൊക്കെ ഇഷ്ടപ്പെട്ടു. മീൻസ് ആ ഒരു സാധനം എടുക്കാൻ പോകുന്ന അവിടുത്തെ ഇതും അങ്ങനെയുള്ള ആ പ്ലേ ഒക്കെ സൂപ്പറായിരുന്നു. അതിന് ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എല്ലാം നല്ലതായിരുന്നു. അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഇതിൽ അവർക്കുണ്ടായ പരാജയത്തിനെ ഇവരെല്ലാവരും കളിയാക്കുകയും പിന്നീട് അവർ ജയിക്കുമ്പോൾ അവർ തിരിച്ച് കളിയാക്കുകയും, അതാ ഞാൻ പറഞ്ഞത്, ടിറ്റ് ഫോർ ടാറ്റ് അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇവരാണ് ഒരു ദിവസം ജയിക്കുന്നതെങ്കിൽ അവരൊരു ദിവസം ജയിക്കുന്നു. ആർക്കും ഭേദമില്ലാതെ രണ്ടുപേരും തുല്യ പരിഗണനയിൽ നല്ലതായിട്ട് പോകുന്നു. എനിക്കിതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടെന്നറിയാം ബിഗ് ബോസിൻ്റെ സ്വരത്തിലുള്ള ആ ചിരിയാണ്. ഈ ചിലരുടെ ശബ്ദം കേൾക്കാൻ നമുക്ക് മനസ്സിലാകും അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷോയിലെ ഈ ഒരു സ്പെസിഫിക് പോർഷൻ ശരിക്കും എൻജോയ് ചെയ്തത് നമ്മളെക്കാൾ ഉപരി ബിഗ് ബോസ് ആണ്. നമ്മളും അതുപോലെ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു ടാസ്കും അതിൻ്റെയോടുള്ള അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഗ് ബോസ് ആക്ച്വലി നല്ല ക്ലവറാണ്. അവിടെ 2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരു ഗ്രൂപ്പിനെയും കൂടെ കൊണ്ടുവന്ന് 3 ഗ്രൂപ്പായിട്ട് അവിടെ നിലനിർത്തി ബിഗ് ബോസ് ഒരു ഗ്രൂപ്പ്, അങ്ങനെ മൊത്തം 4 ഗ്രൂപ്പായിട്ട് അവരങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. മൊത്തം ബിഗ് ബോസ് തനിച്ചൊരു ഗ്രൂപ്പ്, ഇവരെല്ലാവരും ഓരോ ഗ്രൂപ്പ്. മൊത്തം ഗ്രൂപ്പ് അടി ബഹളം തന്നെ. പുറത്തുനിന്ന് വന്ന 5 പേര് സ്ട്രോങ് ആണ്. അതിൽ ഒരാൾ മാത്രം രേണു സുധിയെ പോലെ തന്നെയാണ്, മൗനമാണ്.
ബാക്കിയുള്ളവരൊക്കെ നല്ല ആക്റ്റീവാണ്. പ്രവീൺ സൂപ്പർ ആക്റ്റീവാണ്, അതേപോലെ ജിഷിൻ നല്ല ആക്റ്റീവാണ്, മസ്താനി പിന്നെ തകർക്കുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത ആളാണ് മസ്താനി എന്ന് പറയാം. സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവർ നന്നായി പെർഫോം ചെയ്യുന്നു. ലക്ഷ്മിയും നല്ല നല്ല ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. സെയിം, അതായത് എനിക്കൊന്നൊരു കോമ്പറ്റീറ്ററായി അനുവിന് കിട്ടാൻ സാധ്യതയുള്ളത് ലക്ഷ്മി ആയിരിക്കും. മസ്താനി ഔട്ടാകും. കാരണം മസ്താനിയുടെ ആറ്റിറ്റ്യൂഡ് സെയിം ലൈക്ക് രണ പോലെയാണ്. രണയും മസ്താനിയും തമ്മിലുള്ള ഇഷ്യൂ അത് നമുക്ക് തനിയെ ചർച്ച ചെയ്യാം, ഇതിനകത്ത് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ അവർ തമ്മിൽ ശരിക്ക് പോകത്തില്ല. രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണയെ പോലെ തന്നെയാണ് മസ്താനി എന്ന് ഞാനും പറയും. പിന്നെ നമ്മുടെ അനുവിന് നല്ല സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഇവരൊക്കെ കണ്ടതുകൊണ്ടല്ല, പുറത്ത് അവൾക്കുള്ള അക്സെപ്റ്റൻസ് അവൾക്ക് കിട്ടി. അവൾ ചെയ്തതിൻ്റെ ഉള്ള വേർത്തായിട്ടുള്ള സംഗതി അവൾക്ക് കിട്ടിയിട്ടുള്ളത് ബിഗ് ബോസോ മോഹൻലാലോ പറയുന്നതിനേക്കാൾ ഈ വന്ന 5 പേര് അനുവിനോട് കാണിക്കുന്ന ആ ഫേവറിൽ വ്യക്തമായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ജിഷേല്, ആര്യൻ, അനു ഈ 3 പേരുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, അത് വളരെ സ്വാരസ്യമായിട്ട് ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ആക്ച്വലി എനിക്ക് ഇതിനകത്ത് ചിരിക്കാനുള്ള ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. കാരണം 2 കൂട്ടരും പരസ്പരം വെല്ല് കെട്ടുന്നതാണ്. 3 പേർക്കും ഈ പറയുന്ന ജിഷേലിനായാലും ആര്യനായാലും അനുവിനായാലും പ്രണയമില്ല. 3 പേർക്കും പ്രണയമില്ല. എന്നാൽ 3 പേർക്കും 3 പേരും വേണം. അതായത് ആ ഒരു സർക്കിൾ അത് നിലനിർത്തുന്നത്. ജിഷേൽ വളരെ ക്രൂക്കഡായിട്ട് ആര്യനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അവൾക്ക് പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രതിരോധിക്കുന്ന ഒരാളായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരു പ്രതിയോഗിയായിട്ടുള്ളത് അനുവാണ്. അപ്പോൾ അനുവിനെ വെട്ടണം. അനുവിന് ആര്യനെ ഉപയോഗിക്കണം. അവിടെ ഒരു ലവ് സ്ട്രാറ്റജി കാണിക്കണം എന്നതിനപ്പുറം അവനുമായിട്ട് ലവ് ഒന്നുമില്ല അനുവിന്. പക്ഷെ അനുവിന് അതും പ്രശ്നമായി നിൽക്കുന്ന ജിഷേൽ. അപ്പം ജിഷേലിനെ വെട്ടണം. ഇതാണ് അവിടെ നടക്കുന്നത്. ആര്യൻ എന്തെന്ന് പറഞ്ഞാൽ 2 പെണ്ണുങ്ങളെയും വെച്ച് നല്ല കൃഷ്ണാട്ടം കളിക്കണം. അതാണ് ആര്യൻ കാണിക്കുന്നത്. ഇതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തിയാൽ മതിയാവും. ഇനി ജിഷിനും ലക്ഷ്മിയും കൂടെ അനീഷിൻ്റെ വിഷയത്തിൽ ഒരു തകരാറ് കളിക്കുന്നത് എനിക്കത് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ജഷ്മി എന്ന് പറയുന്ന സ്ത്രീ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പക്വതയുള്ളവളാണ്. കാരണം തുടക്കം അനീഷ് സംസാരിക്കുന്നു. അനീഷിനോട് ഫൈറ്റ് ബാക്ക് ചെയ്യുമ്പോൾ മസ്താനി വന്നിട്ട് പേഴ്സണൽ കാര്യം പറയുന്നു. മസ്താനിയുടെ പ്രോബ്ലമേ അതാണ്. എല്ലാവരുടെയും പേഴ്സണൽ കാര്യം എടുത്തിരുന്നു. അവരൊരു ആങ്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പലരുടെയും കഥകൾ അവർക്കറിയാം. ആ കഥകൾ അവിടെ സൂചിപ്പിക്കുന്നത് തെറ്റായ ഒരു നീക്കമാണ്. അതാണ് ഞാൻ പറഞ്ഞ മസ്താനി പുറത്തു പോകാൻ എല്ലാ ചാൻസും ഉണ്ടെന്ന്. ആൻഡ് ഗസ്റ്ററൊക്കെ കാണിക്കുന്നു. രണയോട് പുറത്തുള്ള വൈരാഗ്യം വെച്ച്, പുറത്തുള്ള ആൾക്കാർക്കുള്ള ഒരു എതിർപ്പ് വെച്ച് അതിനകത്ത് കൂടുതൽ രണയെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രശ്നമാക്കും. പ്രശ്നത്തിലേക്ക് തന്നെയാണ് മസ്താനി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ മസ്താനി അനീഷിൻ്റെ ഭാര്യയെ പറ്റിയും ഡിവോഴ്സിനെ പറ്റിയും ഒക്കെ പറയുമ്പോൾ അനീഷ് തിരിച്ച് തർക്കിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഇടപെടുകയാണ് ജിഷിൻ വന്ന് അനീഷിനെ കളിയാക്കുകയാണ്. നിന്റെ പെണ്ണുമ്പോൾ ചുമ്മാ അതിൽ നിന്നിട്ടിട്ട് പോയിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ ലക്ഷ്മി അവിടെ ഇടപെടുന്നു. ആ ലക്ഷ്മി പറഞ്ഞത് പോയിന്റാണ്. നിന്റെ ഭാര്യയും പോയിട്ടുണ്ടല്ലോ, നീ എന്തിനാ അത് പറയുന്നതെന്ന്. അതെനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. അവനവൻ്റെ കൂനിൽ മുതുകിൽ വലിയൊരു കൂന് വെച്ചിട്ട് വല്ലവൻ്റെയും ചെറിയ പൊന്നിക്കൂര് നോക്കിയിട്ടിരുന്ന് കളിയാക്കുന്ന പരിപാടിയാണ് ജിഷിൻ ചെയ്തത്. ജിഷിൻ അതിൽ കൃത്യമായ മറുപടി ലക്ഷ്മി തന്നെ കൊടുത്തു. അത് ആപ്റ്റായിരുന്നു എന്നാണ് മനസ്സിലായത്. ജിഷിന് പിന്നെ ലക്ഷ്മിക്ക് ഈ ഒരു കിച്ചൺ ടാസ്ക് വലിയൊരു പണിയാണ്. ലക്ഷ്മിയോട് എല്ലാവർക്കും ദേഷ്യമുണ്ട്. ആർക്കൊക്കെ ദേഷ്യമുണ്ടോ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് ലക്ഷ്മിക്ക് അടി കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവത്തിനെ തുടർന്ന് ജിഷിന് ലക്ഷ്മിയോട് ചെറിയ നീരസം ഉണ്ടാകുന്നു. ജിഷിൻ തിരിച്ച് നന്നായിട്ട് പറയുന്നുണ്ടെങ്കിലും പെർഫോമൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നന്നായി ഹേർട്ടഡ് ആകുന്നുണ്ട്. അനീഷിനെ അടിക്കാൻ പോയി തനിക്കിട്ട് അടി കിട്ടി എന്നുള്ള ആ ഒരു നാണക്കേട് മാറാൻ വേണ്ടിയിട്ട് താത്താ പൂത്താക്ക പറഞ്ഞ് മാറിപ്പോകുന്നുണ്ടെങ്കിലും പിന്നീട് അവന് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അത് നോക്കി വെച്ചിട്ട് അത്താഴ സമയത്ത് ആഹാരം ലേറ്റായി എന്ന കാരണം പറഞ്ഞുകൊണ്ട് ലക്ഷ്മിക്കിട്ട് അടിച്ച് ആ പ്രശ്നം അവിടെ തീർക്കുന്നതായിട്ടാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അത് ലക്ഷ്മി പറഞ്ഞ കാര്യം കുറച്ചുകൂടെ സീരിയസ് ആണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അനീഷ് ഭാര്യയുമായി തെറ്റി, ഭാര്യ ഇവനെ കളഞ്ഞിട്ട് പോയി എന്നേ പറഞ്ഞുള്ളൂ. ലക്ഷ്മി മുന്നോട്ട് വെച്ചാൽ അത് നീ നിൻ്റെ മകനെ പോലും പോയി കാണുന്നില്ല എന്നാണ്. നല്ല മറുപടിയാണ്. അതായത് അയാൾ അത്രത്തോളം കാര്യങ്ങൾ അതിനകത്ത് ചെയ്തു എന്നുള്ളതാണ് അവരുടെ ഡിവോഴ്സിൽ. കൂടുതൽ വ്യക്തത എവിടെയൊന്നും എനിക്കറിയത്തില്ല, അവരുടെ പേഴ്സണൽ കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ മകനെ പോലും കാണുന്നില്ല എന്ന് പറഞ്ഞ് കുത്തിയപ്പോൾ നന്നായിട്ട് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടുവന്നാൽ മനസ്സിലായത്. അത് കറക്റ്റായിരുന്നു. പിന്നെ എന്താ, പ്രവീൺ, അനു, ജിഷിൻ ഇവർ തമ്മിലുള്ള ഒരു ഡിസ്കഷൻ, ഇത് പ്രവീണും അനുവും ജിഷിനും ഇവർ തമ്മിലുള്ള ആ ഒരു ഡിസ്കഷൻ അവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നി എന്താണ് പറയുന്നത്. അതായത് ജിഷിനെ വിളിച്ചിട്ട് പിന്നെ അനു പറയണത് നീ എന്തിനാ സ്പേസ് കൊടുക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന്. ഈ ഒരു വഴക്കിൻ്റെ ഇടയ്ക്ക് ബിന്നി പെർഫോം ചെയ്യുകയാണ്. ബിന്നി വന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു ഭയങ്കര ഇൻ്റലക്ച്വൽ ആണെന്നുള്ള ഒരു മോഹൻലാൽ കൊടുത്ത ഒരു കൺസേൺ, ആ ഒരു കൺസേൺ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അവൾ എന്തൊക്കെ ആധികാരികമായി അവിടെ സംസാരിക്കുകയാണ്. ആ സംസാരം നിർത്താൻ വേണ്ടിയിട്ട് അനു ജിഷിനെ വിളിച്ചിട്ട് ഇനി പോരെ,
കള എന്ന് പ്രവീൺ അതിനെ കൂട്ടിക്കുന്നു. അപ്പോൾ അവർ ഒരു ഒറ്റ കെട്ടായിട്ട് നിന്നുകൊണ്ട് അവളെ നെഗ്ലക്റ്റ് ചെയ്യണം. കാരണം ബിന്നി കുഴപ്പക്കാരിയാണെന്ന് ഓൾറെഡി അന്യുവിന് മനസ്സിലായിരിക്കുന്നു. ബിന്നി അങ്ങനെ ഒരു ന്യൂട്രൽ വേയിൽ നിൽക്കുന്നു എന്നാണ് തെറ്റിദ്ധരിച്ചിരുന്നത്, പക്ഷേ കുഴപ്പക്കാരിയാണെന്ന് അനുവിന് പിടികിട്ടിയെന്നാണ് എനിക്ക് ഈ ഒരു വിഷയം കൊണ്ട് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഷാനവാസ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ലക്ഷ്മിയെ, അതിൻ്റെ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ റിവെഞ്ച് അവൻ കൃത്യമായിട്ട് തീർത്തു എന്നുള്ളതാണ്. ഷാനവാസിൻ്റെ റിവെഞ്ചും തീർന്നു, മറ്റേ ജിഷിൻ്റെ റിവെഞ്ചിന് തീർന്നു. ഇതൊക്കെ കണക്കായി. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു റിവെഞ്ച് തീർക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ പ്രശ്നം വഷളായി മുൻപോട്ട് പോകാതിരിക്കാൻ വേണ്ടി അനീഷ് ഇടപെടുന്നുണ്ട്. അത് അനീഷിൻ്റെ വക ഒരു കുത്താണ് ലക്ഷ്മിക്ക്. കാരണം ലക്ഷ്മി നന്നായി കളിയാക്കുന്നുണ്ടായിരുന്നു. അനീഷും ലക്ഷ്മിയെ നല്ല പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആകെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തലും പിടിയും വഴക്കും ബഹളവും ഇത് തന്നെയാണ്. ഇത് കേൾക്കുന്നവർക്ക് ഞാനിത് എന്തൊക്കെയാണ് പറയണേന്നൊരു കൺഫ്യൂഷൻ വരും. അനീഷ് കുത്തി, അവർ കുത്തി, ഇവർ കുത്തി, ഇത് കാണുന്നവർക്കേ മനസ്സിലാവും. ആകെ മൊത്തം അതിനകത്ത് ഫൈറ്റ്. അവരവരെ അടിക്കുന്നു, അവരിവരെ അടിക്കുന്നു, ഇവരവരെ അടിക്കുന്നു. അയ്യോ ശിവനെ ഒന്നും പറയണ്ട, അടി നാശ വെള്ളപ്പൊക്കമാണ് ബിഗ് ബോസ്. പിന്നെ ഈ ഒരു ടാസ്ക് നടത്തുന്നുണ്ടല്ലോ, ആ ടാസ്കിൽ രണ പറഞ്ഞ ഒരു ഡയലോഗ് അത് സീരിയസ് ആയിട്ട് സിവിയറായിട്ട് മോഹൻലാൽ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റോക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മസ്താനിയെ കളിയാക്കുകയാണ്. അപ്പോൾ മസ്താനി അതിന് തിരിച്ചു കൊടുക്കുന്ന മറുപടിയും ശരിയാണെന്ന് എനിക്ക് ഭാഗമില്ല. പക്ഷേ അതൊരു സീരിയസ് ആക്ഷനാണ്, അത് സംസാരിക്കേണ്ടതാണ്. അത് നമുക്ക് പിന്നീട് പറയാം. പിന്നെ ശൈത്യയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. ശൈത്യ കട്ടപ്പ എന്ന് വിളിച്ചിരുന്നു. ആപ്റ്റായ കൃത്യമായൊരു സാധനമാണ് കട്ടപ്പ എന്നുള്ളത്. ശൈത്യ എത്രത്തോളം വൾഗറാണെന്നും മോശപ്പെട്ടതാണെന്നും ഇന്നത്തെ ഇതിനകത്തുണ്ട്. വളരെ മോശപ്പെട്ട രീതിയിലാണ് അനുവിൻ്റെ അടുത്ത് ശൈത്യ ബിഹേവ് ചെയ്യുന്നത്. അവരെ പിന്നെ ജയിലിൽ കൊണ്ടിട്ടിട്ട് അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ സൈക്കോളജിക്കലി അടി കൊടുക്കുന്നത് ജിഷയിലാണ്. ജിഷയിൽ ബാക്കിയുള്ളവരെ കൊണ്ട് അനുവിനെ അടിക്കുകയാണ്. അനുവിനോടുള്ള പ്രതികാരം ജിഷയിൽ തീർക്കുന്നത് അങ്ങനെയാണ്. മൊത്തം ആൾക്കാരെ ഇളക്കി വിട്ട് അനുവിനിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ അവൾ ജയിക്കുന്നുണ്ട്, അനു അത് വിട്ടുകൊടുക്കുന്നു. അനു അങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. അനു ലൂസ് ചെയ്ത കൂട്ടുകാരൻ ഷാനവാസ് അനുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ അനു ഇതിനെ റിയാക്ട് ചെയ്തേനെ. ആദില ഭയങ്കര സൂപ്പർ പെർഫോം ചെയ്ത് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, താനെന്തോ ഭയങ്കര സംഭവമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡ് ആദിലയുടേതായിട്ടാണ് തോന്നിയത്. കാരണം ഈ വിഷയത്തിൽ അനുമോൾ ഒറ്റപ്പെടുന്നത് ശരിയല്ല. അനുമോൾ ഒറ്റപ്പെടുകയോ അനുമോളെ ഇവരെല്ലാം ആക്രമിക്കുകയോ ചെയ്താൽ കപ്പ് അനുമോൾ കൊണ്ടുപോകും. ആ ബോധമില്ലാതെ അനുമോൾക്ക് ആ സ്പേസ് കൊടുക്കുന്നത് ആദിലയുടെ ഈ ആറ്റിറ്റ്യൂഡാണ്. ജയിക്കുകയല്ല നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ തോൽക്കുകയാണ് ചെയ്യണം. അതാണ് ബിഗ് ബോസ് ഗെയിം എന്നുള്ളത് ഒരു വലിയ സത്യമാണ്, നഗ്ന സത്യമാണ്. അത് മനസ്സിലാക്കാതെ കളിക്കുന്നു. ശൈത്യയുടെ പെർഫോമൻസാണ് എനിക്ക്. ബിന്നി, രണ, അപ്പാനി ശരത്ത്, അക്ബർ ഈ സർക്കിളിൽ ഇരുന്നു കൊണ്ടാണ് അവൾ പിന്നെ അനുവിനെ പറ്റി സംസാരിക്കുന്നത്. നമുക്ക് പുറത്തുനിന്ന് വന്നവരിങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ബാക്ക് സ്റ്റാബ് ചെയ്തെന്ന് പറയുന്നു. ഇതൊക്കെ ശരിയാണോ? എവിടെയാണ് നീ ഇരിക്കുന്നേ? നീ ഇരിക്കുന്ന സ്ഥലം ഏതാ? നീ അവർക്കൊപ്പം ഇരുന്നു കൊണ്ട് ആണ് ഇത് പറയുന്നത്. അവർക്കൊപ്പം ഇരിക്കുക എന്നത് തന്നെ അനുവിനെ ബാക്ക് സ്റ്റാബ് ചെയ്യുക എന്നുള്ളതാണ്. അത്ര പോലും ബോധമില്ലാത്ത വക്കീലാത്രേ ഇവള്. വക്കീൽ, കാശിന് കൊള്ളാത്ത പെണ്ണ്. എന്തായാലും കൊള്ളാം. പിന്നെ ശൈത്യ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അട്ടിയുടെ കുറവാണ് ശൈത്യക്കെന്ന് ഞാൻ പറയും. കൂടെ നിന്ന് കുതികാല് വെട്ടുന്ന വൃത്തികെട്ട കൂട്ടുകാരിയാണ് ശൈത്യ. അതുകൊണ്ടാണ് ആ വൃത്തികേട് അനുവിൻ്റെ തലയിൽ കെട്ടിവെച്ചത്. വൃത്തികെട്ട പെണ്ണാണെന്ന് ഞാൻ പറയും. ശൈത്യയെ പോലുള്ള ഒരു പെണ്ണിനെയും ഒരു കാരണവശാലും കൂട്ടുകാരിയായി കൂട്ടാനേ പാടില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിനാണെങ്കിലും അത്തരം വൾഗറിസം കാണിച്ച ശൈത്യയെ സത്യം പറഞ്ഞാൽ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് അനു ചെയ്യേണ്ടത്. അനുവിന് ഇനി അതാണ് വേണ്ടത്. അനുവും ശൈത്യയും തമ്മിലുള്ള ഇഷ്യൂ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിടുന്നുണ്ട്, അത് കാണുക, അതിൽ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. രണയും മസ്താനിയും തമ്മിലുള്ള ഇഷ്യൂവിൽ രണ ഫാത്തിമയെ പോലെ തന്നെയാണ് മസ്താനി. ഒരു വ്യത്യാസമില്ല, രണ്ടും കണക്കാ. ബോത്ത് ആർ മാത്തമാറ്റിക്സ് ഇൻ എ സെൻസ് എന്ന് ഞാൻ പറയും. അപ്പോൾ ബെന്നിയുടെ സപ്പോർട്ട് മുഴുക്ക രണയ്ക്കുള്ളത് കൊണ്ട് രണ കുറച്ചുകൂടെ കിടന്ന് തകർത്ത് ആടുന്നുണ്ട്. പിന്നെ നെവിനും അനുവും തമ്മിൽ ഒരു ചെറിയ പടലപ്പിണക്കം പോലെ, മീൻസ് അതൊരു സീരിയസ് പിണക്കമൊന്നും ഇല്ലെങ്കിലും അനുവിൻ്റെ അടുത്ത് വന്നിട്ട് ജിസലിന് വേണ്ടിയിട്ട് നെവിൻ പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെൻറ്റ്, സത്യത്തിൽ ഇത് തന്നെയാണ് അപ്പാനി ശരത്ത് ചെയ്ത മിസ്റ്റേക്കും. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പാർഷ്യലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയരുത്. ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആ പദവിയുടെ ആ ഇതുപോലും കളയുന്ന ഒരു വൾഗർ സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയത് കണ്ട കാര്യം, അക്ബറും പിന്നെ ഷാനവാസും തമ്മിലുള്ള ഫൈറ്റും അതിനെ റിലേറ്റ് ചെയ്ത് അവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നതും ബിഗ് ബോസ് കെണിഞ്ഞ് കൂത്തടിക്കുന്ന ഒരു രംഗമുണ്ട്. കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ട് രണ്ടുപേരും അനുസരിക്കുന്നില്ല. ആൻഡ് കമൻട്രി വന്നുകൊണ്ടേയിരിക്കുകയാണ്, കോൺസ്റ്റൻ്റ്ലി കമൻട്രി വന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസിൻ്റെ കയ്യിൽ നിന്നാണ്, അക്ബറിൻ്റെ കയ്യിൽ നിന്നാണ്. അക്ബറാണ് അനോയിങ്. അക്ബറിന് ഭയങ്കര അഹങ്കാരമാണ്, തണ്ടാണ്, മുഷ്ക് പിടിച്ച വർത്തമാനമാണ്. സത്യത്തിൽ ഷാനവാസ് അവിടെ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് തോന്നുന്നു.
അക്ബറിനെ തല്ലാനായിട്ടുള്ള, അതായത് ബോഡി കൊണ്ടുള്ള കുത്തല് സ്ഥിരമായിട്ട് ഷാനവാസ് ചെയ്യുന്നുണ്ട്. ഷാനവാസിനെ കൃത്യമായി നല്ല കൗൺസിലിംഗ് കൊടുത്തില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ല അയാൾക്ക് വരിക, നല്ല അടി അക്ബറിന്റെ കയ്യിൽ നിന്ന് കിട്ടാനാണ് ചാൻസ്. അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഒരു എമർജൻസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ റിപ്പീറ്റഡ്ലി പറയും, ഇവർ രണ്ടുപേരും മറ്റൊരു റോക്കിയും സിജോയും ആകാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. ജിഷിൻ്റെ പട്ടി ഷോയും നമ്മൾ കണ്ടു ലാസ്റ്റ് മിനിറ്റിൽ. അതൊരു പട്ടി ഷോ മാത്രമാണ്. ആ പെൺകുട്ടിയോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് പേഴ്സണൽ ഗ്രഡ്ജിൽ ലക്ഷ്മിക്കിട്ട് നല്ലത് കൊടുക്കുകയാണ്. പക്ഷെ ലക്ഷ്മി സൂക്ഷിക്കണം, ചില വാക്കുകൾ നമ്മൾ പറയുമ്പോൾ. പബ്ലിക് ഷോ മാത്രമല്ല, അത്രത്തോളം മനുഷ്യർ ഈഗർലി അവധി ദിവസങ്ങളായതുകൊണ്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് അയാളുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് അലക്കി അയാളെ മോശപ്പെടുത്തേണ്ട കാര്യം ആ ഷോയ്ക്കകത്തുള്ളവർക്കില്ല. പുറത്തുള്ളവർ പറയട്ടെ, അത് അറിയുന്നവർ പറയട്ടെ, ഇൻഫർമേഷൻ കൊടുക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഈ പുറത്തുള്ളവർ പറഞ്ഞാലും എത്ര പേര് കാണും? അതങ്ങനെയല്ല, എത്രയോ ആൾക്കാർ കാണുന്നതാണ്. വേറെ ആരുടെ യൂട്യൂബോ മറ്റോ ആരും കണ്ടില്ലെങ്കിലും ആ ഒരു സംഗതി ആൾക്കാർ കാണുന്നതിന് അത് തെറ്റായ ഒരു നടപടിയാണ്. എനിക്ക് മനസ്സിലായത് ഇതാണ് ഞാൻ കണ്ട എപ്പിസോഡ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. പൂർണ്ണമായിട്ട് അതിരുന്ന് കാണാതിരുന്നതിൻ്റെ റീസൺ, ഒരു വട്ടം 2 വട്ടം അടിയൊക്കെ നമുക്ക് കാണാം. കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ അടി കൂടുന്നത് കണ്ടാൽ നമ്മുടെ ബ്രെയിനും അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. പ്ലീസ്, ഒരടിയൊക്കെ ഒരു ദിവസം പോരെ, ഒരു ദിവസം 16 അടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. ബിഗ് ബോസ് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, ഇങ്ങനെ ഉപദ്രവിക്കരുത്. ബിഗ് ബോസ് അടി എന്ന് പറഞ്ഞാൽ വെറും ചന്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന മാർക്കറ്റ്. അത് തന്നെയാണ് എൻ്റെ ക്യാപ്ഷനും. താങ്ക് യു.